നമ്മൾ ഇന്നിവിടെ പോകുന്നതല്ലേ, നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാം കേട്ടോ. നമ്മൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കണം, അതായത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നടക്കാനേ പോകുന്നത് ഒരു പതിവാണ്. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നടന്നിട്ട് വരാമെന്ന്. അങ്ങനെ എവിടെ പോകുന്നെങ്കിൽ ചിന്തിച്ചൊരു മനറ്റ് വന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ താഴേക്ക് പോകാമെന്ന്. എൻ്റെ വീട് കമ്പളക്കാട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് താഴെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അവിടുത്തെ വീടും കാര്യങ്ങളൊന്നും ഇല്ല, താഴോട്ട് പോകും. ഫുള്ള് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഫുള്ള് പച്ച വിരിച്ച് നെൽപ്പാടവും വാഴ അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനും കുഞ്ഞും ഹസ്ബൻഡും അനിയത്തിയും എല്ലാവരും കൂടെ ഞങ്ങൾ നടന്ന് പോവാണ്. നടന്ന് പോയിട്ട് നമ്മുടെ ഒരു കനാലുണ്ട്. കനാലിൽ നിറച്ച് മീനായിട്ടുള്ളത്. മീനെന്ന് വെച്ചാൽ പണ്ട് ആൾക്കാരൊക്കെ പിടിക്കാവുന്ന കുട്ടികളൊക്കെ ഇപ്പം ആരും പിടിക്കാൻ നിൽക്കുന്നില്ല. എല്ലാവരും ഇപ്പം മറന്നുപോയ ആ കാലമൊക്കെ. അതൊക്കെ ചൂണ്ടിട്ട് പിടിക്കുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം കാണുന്നതൊക്കെ കനാൽ സ്ഥലമായതുകൊണ്ട് ഇവിടെ വീടൊന്നും വെക്കില്ല. ഫുൾ എല്ലാവരും വീട്ടിനടുത്തുള്ളവരൊക്കെ നെൽകൃഷിയും കൃഷികളൊക്കെ ഇറക്കും. വാഴയും ഒട്ടുമിക്ക വാഴകളാണ് കാണാറ്, അങ്ങനെ ഇറക്കും. പിന്നെ ഇവിടെ വലിയ വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് മീനൊക്കെ പിടിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ വലിയ വലിയ മീനെ കണ്ടു. പക്ഷെ അതൊന്നും ഈ മീനെ കണ്ടില്ലായിരുന്നു. ഇപ്പം പിന്നെ ക്യാമറ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അതൊക്കെ ജെറ്റ് വിട്ട പോലെയായിട്ട് പോകുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി പ്ലേസ് ആട്ടോ. ഇവിടെ ഫുള്ള് കലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നടക്കാൻ തന്നെ അടിപൊളിയാണ്. നമുക്ക് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നടക്കാം. വാമിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. അവർക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നതും ഒക്കെ. ഇങ്ങനെ വ്യൂവേഴ്സ് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ താഴെ എത്തിയിരിക്കുന്നുണ്ടോ. ഇവിടെ ഇവിടെ കുറേ മീൻ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം ഈ ഭാഗത്ത് അധികം വെള്ളമുള്ളതുകൊണ്ട്, പിന്നെ അതല്ല അങ്ങനെ വറ്റലുമില്ല. വേനൽക്കാലത്ത് വെള്ളമൊന്നും അങ്ങനെ വറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ നിറച്ച് മീൻ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മീൻകുളം എന്നല്ല, 4-5 മീൻകുളംസ് ഉണ്ട്. ആ മീൻകുളമൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ പശുവിൻ്റെ ആലയുണ്ട്. പിന്നെ ഇവിടെ അടിപൊളി സ്ഥലമാണ് ഈ വെള്ളം ഒഴുകുന്നത് കേട്ടോ. ആ കനാലിൻ്റെ ഓപ്പൺ ഭാഗമാണ് ഇവിടേക്ക് നീണ്ടു വരുന്നത്. ഇത് വെച്ച് വെള്ളം അടിപൊളി വൈബും വ്യൂവും ഒക്കെയാണ്. നമ്മളെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. പണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്നതും കുറേ സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നതും സൈക്കിൾ ഓടിച്ച് വരുന്നതും ഒക്കെയുള്ള ഒരു നൊസ്റ്റാൾജി ഫീലിങ്സും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഒത്തിരി കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്കൊരു നല്ല ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജീനൊക്കെ കളയും. അങ്ങനെ ഒരു സ്ഥലമാണ്. കുറച്ച് അങ്ങോട്ടേക്കുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കുറേ ടൈം ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ വാൻകുട്ടിക്കാണ് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങേണ്ട വിചാരിച്ചു. കാരണം കുറച്ചങ്ങ് താഴേക്ക് ഇറങ്ങണ്ടേ. പിന്നെ ഇവിടെയുള്ള ഈ പാലം പോലെ കെട്ടിയത് ഒത്തിരി അങ്ങ് വരണ്ട്. നമുക്ക് നടന്ന് വേണം അങ്ങ് അപ്പുറത്തെ സ്ഥലത്ത്. അവിടെയുണ്ട് നല്ല അടിപൊളി സ്ഥലം. ആദ്യം ഫുൾ വയലായിരുന്നു, ഇപ്പോൾ വയലൊക്കെ മാറി. ഇപ്പോൾ ഫുള്ളും വാഴകളൊക്കെ നട്ട് നിൽക്കുന്നത്. കുറച്ച് അങ്ങോട്ടേക്ക് വയലുണ്ട് കേട്ടോ. കുറച്ച് വാഴകളൊക്കെ നട്ട് നിൽക്കുന്നത്. അപ്പം